ഹലോ. ഇപ്പോൾ മാങ്ങ സീസണാണല്ലോ അല്ലേ? എല്ലായിടത്തും ഇപ്പോൾ മാങ്ങ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഇത് എവിടെയും വീട്ടിലും കവറിലും ഫ്രിഡ്ജിലൊക്കെ മാങ്ങയാണ്. അപ്പോൾ നമുക്ക് എന്താക്കാം, മാങ്ങ വെച്ചൊരു സാധനം ഉണ്ടാക്കി വെക്കാം. പക്ഷേ ഇത് കഴുകിയില്ല. നമുക്ക് ആദ്യം എന്താക്കാം, ഇത് കഴുകാം. ഞാനിത് നല്ലോണം വാഷ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ തൊലി ആവശ്യമില്ല കേട്ടോ, മാങ്ങേൻ്റെ പൾപ്പ് മാത്രം മതി. എന്നാലും ഒന്ന് വാഷ് ചെയ്താളാം. വാഷ് ചെയ്തിട്ട് ഇതാ നമുക്ക് തൊലി കട്ട് ചെയ്തെടുക്കണം. ഇത് നല്ല പഴുത്ത മാങ്ങയായതുകൊണ്ട് എന്താ വെച്ചാൽ ഇതിൻ്റെ പൾപ്പും കൂടെ നമ്മൾ തൊലീൻ്റെ കൂടെ പുറത്തേക്ക് വരാം. എന്നാലും കുഴപ്പമില്ല, നമുക്ക് മെല്ലെ എടുക്കാം, സമയമുണ്ടല്ലോ. അങ്ങനെ അതാ മെല്ലെ മെല്ലെ ഓരോ മാങ്ങേൻ്റെ തൊലി വെച്ച് എടുത്ത്. ഞാൻ ആകെ 2 മാങ്ങ എടുത്തുള്ളൂ കേട്ടോ. കുറേ ആൾക്കാരുണ്ടെങ്കിൽ കുറേ മാങ്ങത്ത് ചെയ്താൽ നല്ലതാണ്. ഇപ്പം ഞാൻ മാത്രമേ വീട്ടിലുള്ളതുകൊണ്ട് എനിക്ക് മാത്രം 2 മാങ്ങത്ത് ചെയ്തതാണ്. അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞതാ മുടുക്കന്മാരാക്കി. ഇനി നമുക്കിതിനെ എന്താക്കാം, ക്യൂബ്സ് ആക്കി അരിഞ്ഞെടുക്കാം. ഇതാ ടൻ അരിഞ്ഞ് കഴിഞ്ഞ് നമുക്കിത് മധുരം നോക്കി നോക്കാം. നല്ല പഴുത്ത മാങ്ങയാണ്, നല്ല നോക്കാം. അടിപൊളി മധുരം. ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും മാത്രമാണ്. സാധാരണ നമ്മൾ മുളക് പൊടി ഇട്ടിട്ടല്ലേ ഉണ്ടാക്കുക. ഇതിൽ നമുക്കത് ആവശ്യമില്ല, വെളിച്ചെണ്ണ ഒന്നും ആവശ്യമില്ല. അങ്ങനെ കുറച്ച് കുരുമുളക് പൊടിയും മേലെ വെതറി കൊടുക്കുക. കാരണം പഴുത്ത മാങ്ങി ആ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇടണേ. ആ ഉപ്പും കൂടെ വരുമ്പോഴുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് കഴിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഇത് ട്രൈ ചെയ്തവരും ഉണ്ടാവും, ചെയ്യാത്തവരും ഉണ്ടാവും. ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക്. കാരണം ഇപ്പോൾ മാങ്ങ അത്രയും അവൈലബിൾ ആണല്ലോ. അങ്ങനെ ഉപ്പ് പൊടി മേലെ വതിരി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ആദ്യം ഞാൻ വിചാരിച്ചത് സ്പൂൺ എടുത്തിട്ട് മിക്സ് ചെയ്യാമെന്ന്. പക്ഷെ എന്താ വെച്ചാൽ സ്പൂൺ എടുത്താലൊരു സുഖമില്ല. നമ്മൾ കൈ കൊണ്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ മാങ്ങേൻ്റെ എല്ലായിടത്തേക്കും ഉപ്പും മുളകൊക്കെ എത്തും. സ്പൂണാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ മാങ്ങയിൽ ഉപ്പ് കുരുമുളകും കൂടി ഇങ്ങനെ കട്ട പിടിച്ചെടുക്കും. കൈയല്ലേ നല്ലതല്ലേ? കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് മാങ്ങേൻ്റെ എല്ലാ ഭാഗത്തേക്കും ഉപ്പും കുരുമുളക് പൊടിയും നമുക്ക് പിടിക്കാം. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മളൊരു പിടി എടുത്തിട്ട് കുറച്ച് വായിൽ വെച്ച് നോക്കാം. ടേസ്റ്റ് ഒരു രക്ഷയില്ല. കാരണം ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഞാൻ പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതൊന്ന് വായിൽ വെക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. കാരണം നല്ല പഴുത്ത മാങ്ങയും അതിലേക്ക് ആ കുരുമുളകും ആ ഒരു ഉപ്പും, അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. എന്തായാലും ഇത് മാങ്ങ വീട്ടിലുള്ളവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയാലും വീട്ടിലില്ലെങ്കിൽ വീടിൻ്റെ അടുത്തെങ്കിലും ഉണ്ടാവുമല്ലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം വെറുതെ വേസ്റ്റാക്കി കളയുന്നേക്കാൾ നല്ലല്ലേ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത്. കാരണം ഇതിലേക്ക് അധികം ആവശ്യങ്ങളും ഇല്ല സാധനങ്ങൾ. നമുക്ക് ആകെ വേണ്ടത് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി മതി. വെളിച്ചെണ്ണ വേണ്ട, മുളക് പൊടി വേണ്ട, ഒന്നും വേണ്ട. എന്തായാലും മസ്റ്റ് ട്രൈ ആക്കണേ. ഓക്കെ, ബൈ.